നമസ്കാരം. ജോലി അന്വേഷിക്കുന്ന ഫ്രഷേഴ്സ് ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത 3 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്പർ 1, നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടേതല്ലാത്ത ഒരു അച്ചീവ്മെന്റ് ഒരിക്കലും നിങ്ങളുടെ റെസ്യൂമെയിൽ മെൻഷൻ ചെയ്യാതിരിക്കുക. ഒരു റിക്രൂട്ടർ നിങ്ങളെ മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്ന ടൂളാണ് നിങ്ങളുടെ റെസ്യൂമെ. അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളോട് ചോദ്യമുണ്ടാകില്ല. സോ നിങ്ങൾക്ക് കൃത്യമായ ധാരണയുള്ള വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ റെസ്യൂമെയിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഇന്റർവ്യൂ സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ കഴിയാതെ വരികയും അത് നിങ്ങളുടെ ജോലി സാധ്യതയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. നമ്പർ 2, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അല്ലെങ്കിൽ സാലറി പാക്കേജ് കുറവാണ് എന്നുള്ളതിന്റെ പേരിൽ ഒരു ഇന്റർവ്യൂ പ്രോസസ്സും നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിൽ കൂടി ഒരു അവസരം നഷ്ടപ്പെടുത്തിയാൽ രണ്ടാമതൊരു ചാൻസ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരിക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ റെസ്യൂമെയിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയി വയ്ക്കുക. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ഐഡി, ഈ 2 കാര്യങ്ങളെങ്കിലും. ഒരുപാട് റിക്രൂട്ടേഴ്സ് പറയാറുള്ള ഒരു പരാതിയാണ് കാൻഡിഡേറ്റിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ തെറ്റായ നമ്പറാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. നെവർ എവർ ഡു ദാറ്റ്. നിങ്ങളെ വിളിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിളിക്കേണ്ട കാര്യം റിക്രൂട്ടർക്കില്ല, നിങ്ങളുടെ ഒരു അവസരമായിരിക്കും അതിലൂടെ നഷ്ടപ്പെടുന്നുണ്ടാവുക. സോ ഒരു റിക്രൂട്ടർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അയാളെ തിരിച്ചു വിളിക്കുകയെങ്കിലും ചെയ്യുക. Please understand, not every call is a spam.